ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിൽ കണ്ട മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ശ്രീ പരമേശ്വരൻ്റെ അതീവ ഭക്തനായ ശ്രീ മാർക്കണ്ഡേയനാൽ രചിക്കപ്പെട്ട മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തിനാണ് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത്? ആപത് ശാന്തി, രോഗനിവാരണം, ദീർഘായുസ് ഇവയ്ക്കൊക്കെ വേണ്ടി ജപിക്കാൻ കഴിയുന്ന ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയ മന്ത്രം ആരാണോ ജപിക്കുന്നത് അവർക്ക് ആയുസ് എത്താതെ മരണം ഉണ്ടാവില്ല. അതായത് അപകട മരണമോ അപമൃത്യോ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത്. മൃത്യുഞ്ജയ മന്ത്രം നമുക്ക് വന്നിട്ടുള്ള രോഗങ്ങൾ മാറാനും ദീർഘായുസിനും മാത്രമല്ല സമൃദ്ധിക്ക്, മറ്റുള്ള ശത്രുനാശം എന്നിവയ്ക്കും വേണ്ടി ജപിക്കാൻ കഴിയുന്ന അത്യുത്തമമായ മന്ത്രമാണ്. തീർച്ചയായും എല്ലാവരും ജപിച്ചോളൂ. അത്യധികം ഫലം തരുന്ന മന്ത്രമാണ് കേട്ടോ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ. ഇനി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് പ്രയാസമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അതായത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മൃത്യുഞ്ജയ ഹോമം നമുക്കവിടെ വഴിപാടുണ്ടാവും, അത് ചെയ്താൽ മതി. അതല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഉണ്ടാവും, അത് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ ബില്ലപത്ര പുഷ്പാഞ്ജലി ഉണ്ടാവും, അത് ചെയ്തോളൂ, അതും വിശിഷ്ടമാണ് കേട്ടോ. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. എല്ലാവരും ചൊല്ലിക്കോളൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്